വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ പൊതുച്ചേറുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യമല്ലല്ലോ ചർച്ചയായത്. ചോറ് കൊടുക്കരുതെന്ന് ആരെങ്കിലും പറയും. സൗജന്യ ഭക്ഷണം പാടില്ല, സൗജന്യ ഭക്ഷണം പാടില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞല്ലേ. രാഷ്ട്രീയ പാർട്ടികൾ മറ്റു സംഘടനകളും അതിനകത്ത് ഷെഡ് കെട്ടി പാചകം ചെയ്യാൻ ഒക്കത്തില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിലും ഇല്ല. ഉണ്ടെങ്കിൽ പറ. അതേസമയം ഭക്ഷണം മെഡിക്കൽ കോളേജിന് വെളിയിൽ സൗകര്യമായി പാചകം ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. അതങ്ങ് മാറ്റുക, അതല്ലേ പറഞ്ഞത്. എല്ലായിടത്തും കോഴിക്കോടൊക്കെ അങ്ങനെയല്ലേ ചെയ്തത്. ഇവിടെ മാത്രമേ ഇതിനകത്ത് ബന്ധം കെട്ടി അവിടെ പാചകം ചെയ്യുന്നത്. എന്താണ് പുറത്ത് പാചകം ചെയ്ത് ഇവിടെ കൊണ്ട് കൊടുക്കാം. അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കും ആഭ്യന്തര മന്ത്രിക്കും കൊടുക്കും. 3 പേർക്ക് കൊടുക്കണം. അത് തയ്യാറാക്കി വെച്ചാണ് നയിക്കും. വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചിരുന്നു, ആഭ്യന്തര മന്ത്രി വിളിച്ചിരുന്നു, പിന്നെ മന്ത്രി ലിജു വിളിച്ചിരുന്നു. അന്വേഷിച്ചു എന്താ കാര്യം പറഞ്ഞു. പോലീസ് കേസൊന്നും ഞാൻ കൊടുത്തില്ല. കാരണം എനിക്ക് പോലീസിലെ വിശ്വാസമില്ല. ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കാറുണ്ടല്ലോ. ആദ്യമായിട്ടല്ലല്ലോ ആണോ? കുറേ സ്ത്രീകളുടെ നടത്തിയിട്ട് കുറേ സ്ത്രീകളുടെ ആഹ്വാനം ചെയ്തല്ലോ. 12 സ്ത്രീകളുണ്ടായിരുന്നു. അവരുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ. അത് 2 മുനിസിപ്പൽ ചെയർമാന്മാരുണ്ട്. അതിൽ 5 പേരുടെ പേരിൽ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളൂ. തെറി വിളിച്ചത് സ്ത്രീകളെ കൊണ്ട് ഘോഷയാത്രയിൽ തെറി വിളിപ്പിക്കുന്ന പുതിയ സംസ്കാരം സ്ത്രീകളെ ഉപയോഗിച്ച് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. അവിടെ 2 മുനിസിപ്പൽ ചെയർപേഴ്സന്മാരുടെ പേര്. ഒരു ജയമ്മ, ഒരു സൗമ്യരാജ്. മായ എന്ന് പറഞ്ഞാൽ ഓടിന്ന ആളാണല്ലോ. അവർ NGO ആയിരുന്നല്ലോ. അവർ പിന്നെ ഇനിയിപ്പോൾ ഇവരുടെ കൂടെ നടക്കട്ടെ. അതിൽ തെറി വിളിക്കുകയാണെങ്കിൽ പോലീസ് കേസെടുത്തോളും. അതൊന്നും പ്രശ്നമാക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലേ. മെഡിക്കൽ കോളേജിലെ പൊതുച്ചോറുമായി ബന്ധപ്പെട്ട പ്രസ്താവന പിന്നീട് ഒരു ചർച്ചയായിരുന്നു. ഇപ്പോൾ പൊതുച്ചേറുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യമല്ലല്ലോ ചർച്ചയായത്. ചോറ് കൊടുക്കരുതെന്ന് ആരെങ്കിലും പറയും. സൗജന്യ ഭക്ഷണം പാടില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞല്ലേ. രാഷ്ട്രീയ പാർട്ടികൾ മറ്റു സംഘടനകളും അതിനകത്ത് ഷെഡ് കെട്ടി പാചകം ചെയ്യാൻ ഒക്കത്തില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിലും ഇല്ല. ഉണ്ടെങ്കിൽ പറ. അതേസമയം ഭക്ഷണം മെഡിക്കൽ കോളേജിന് വെളിയിൽ സൗകര്യമായി പാചകം ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. അതങ്ങ് മാറ്റുക, അതല്ലേ പറഞ്ഞത്. എല്ലായിടത്തും കോഴിക്കോടൊക്കെ അങ്ങനെയല്ലേ ചെയ്തത്. ഇവിടെ മാത്രമേ ഇതിനകത്ത് ബന്ധം കെട്ടി അവിടെ പാചകം ചെയ്യുന്നത്. എന്താണ് പുറത്ത് പാചകം ചെയ്ത് ഇവിടെ കൊണ്ട് കൊടുക്കാം. അങ്ങനെയല്ലേ പറയുന്നത്. അങ്ങനെയല്ലേ പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട MLA പറയേണ്ടത് മെഡിക്കൽ കോളേജിൻ്റെ കോമ്പൗണ്ടിനകത്തല്ല അടുക്കള കൂട്ടി അവിടെ പാചകം ചെയ്യാനാണ്. അത് എവിടുത്തെ ഏർപ്പാടാണ്? ജനങ്ങളതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഭക്ഷണം കൊടുക്കുന്നതിന് തെറ്റില്ല. ഗവൺമെൻറ് മുമ്പ് ഭക്ഷണം കൊടുത്തുകൊണ്ട് നിർത്തിക്കളഞ്ഞ് കഴിഞ്ഞ ഗവൺമെൻറ് അറിയാമോ? മെഡിക്കൽ കോളേജിലെയും ആശുപത്രികളിലെയും കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു. പാല് മുട്ടയെ കൊടുക്കുമായിരുന്നു പണ്ട്. ഞങ്ങളൊക്കെ കിടന്ന് കഴിച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഇല്ല. അതെല്ലാം പുനഃസ്ഥാപിക്കണം പഴയ പോലെ തന്നെ. കൂട്ടിയെടുപ്പുകാർക്ക് വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുക, ഇവർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുക. അതൊന്നും തർക്കമുള്ള വിഷയമല്ല. ആർക്കും ഭക്ഷണം കൊടുക്കരുത് G. സുധാകരൻ പറയും. അങ്ങനെ പറയുമോ? അപ്പോൾ ചുമ്മാ പറയുന്നത്. ഇതാ പറഞ്ഞത്.